എ ഡിയും ബി സിയും. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ വർഷങ്ങൾ രേഖപ്പെടുത്തുന്നതിന് മുന്നിൽ എ ഡി എന്നും ബി സി എന്നും കണ്ടിട്ടില്ലേ? എന്താണ് എ ഡി? ആരാണ് ബി സി? ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും വേർതിരിക്കുന്ന ഈ ടൈം ലൈൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യം നമുക്ക് ബി സിയിലേക്ക് പോകാം. ബി സി എന്നാൽ ബിഫോർ ക്രൈസ്റ്റ്, അതായത് ക്രിസ്തുവിന് മുമ്പ്. ഈ കാലഘട്ടത്തിൽ വർഷങ്ങൾ എണ്ണുന്നത് നമ്മുടെ ഇന്നത്തെ രീതിയിൽ നിന്ന് നേരെ തിരിച്ചാണ്. നിങ്ങളൊരു പുരാതന വസ്തു കണ്ടെത്തി. അതിൻ്റെ കാലപ്പഴക്കം 500 ബി സി ആണെന്ന് കരുതുക. കുറച്ചു കാലം കഴിഞ്ഞ് 200 ബി സിയിൽ ഒരാൾ ഒരു രേഖ എഴുതുന്നു. ഏതാണ് കൂടുതൽ പഴക്കം ചെന്നത്? നമ്മൾ വർഷം പിറകോട്ട് എണ്ണുകയാണ്. 500 ബി സി ആണ് 200 ബി സിയേക്കാൾ കൂടുതൽ പഴയത്. യേശു ക്രിസ്തുവിൻ്റെ ജനനം എന്ന ആ ബിന്ദുവിലേക്ക് വർഷങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഈ ടൈം ലൈനിലെ ഏറ്റവും നിർണായകമായ ബിന്ദു നമ്മളിപ്പോൾ കാണുന്ന കലണ്ടർ രീതിക്ക് തുടക്കമിട്ട പോയിന്റ്, അതായത് യേശു ക്രിസ്തുവിൻ്റെ ജനനം. കൃത്യമായി പറഞ്ഞാൽ ഈ കാലഗണന ഉണ്ടാക്കിയപ്പോൾ ഇതിനെ വർഷം 1 ആയിട്ടാണ് കണക്കാക്കിയത്. ഇവിടെ നിന്നാണ് ലോകം മുന്നോട്ടെണ്ണാൻ തുടങ്ങിയത്. ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷമുള്ള കാലഘട്ടമാണ് എ ഡി അഥവാ അന്നോ ഡൊമിനി. ഇതൊരു ലാറ്റിൻ വാക്കാണ്. ഇതിൻ്റെ അർത്ഥം ഇൻ ദ ഇയർ ഓഫ് ദ ലോർഡ് അഥവാ കർത്താവിൻ്റെ വർഷത്തിൽ. ഇവിടെ നമ്മൾക്ക് പരിചയമുള്ള രീതിയിൽ വർഷങ്ങൾ മുന്നോട്ട് പോകുന്നു. അതായത് 1ാമത്തെ എ ഡിക്ക് ശേഷമായിരിക്കും 2ാമത്തെ എ ഡി. അങ്ങനെ നീണ്ടുപോകുന്നു. ഒടുവിൽ നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന 2025 എ ഡി. എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും വിപ്ലവങ്ങളുടെയും ചരിത്രം ഈ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. നമ്മൾ മുന്നോട്ട് പോകുന്തോറും വർഷത്തിൽ എണ്ണം കൂടിക്കൂടി വരുന്നു. ഇതൊരു രഹസ്യമാണ്. ഇപ്പോൾ ചില രാജ്യങ്ങളിലും ചരിത്രകാരന്മാരും ഈ മതപരമായ പദങ്ങൾ മാറ്റി ഉപയോഗിക്കാറുണ്ട്. ബി സിക്ക് പകരം ബി സി ഇ അഥവാ ബിഫോർ കോമൺ എറ എന്നും എ ഡിക്ക് പകരം സി ഇ എന്നും അതായത് കോമൺ എറ എന്നും ഉപയോഗിക്കുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ സംസ്കാരങ്ങൾക്കും സ്വീകാര്യമാകുന്ന ഒരു പൊതുവായ കാലഗണന ഉണ്ടാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. എന്നാൽ രണ്ടിൻ്റെയും എണ്ണൽ രീതി ഒന്നു തന്നെയാണ്. അപ്പോൾ കൂട്ടുകാരെ, എ ഡിയും ബി സിയും നമ്മുടെ ടൈം ട്രാവലിൻ്റെ പാസ്പോർട്ട് പോലെയാണ്. ഒരു വർഷം ഏത് കാലഘട്ടത്തിൽ നിന്നുള്ളതാണ് എന്ന് കൃത്യമായി അറിയാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. ലോക ചരിത്രത്തിൻ്റെ ഈ ടൈം ലൈൻ ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായില്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഇതുപോലുള്ള രസകരമായ വിവരണങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.